രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാധാറാണിയുടെ കഥ കേൾക്കാൻ ഭാഗ്യം ലഭിക്കുന്ന, പുണ്യം ചെയ്ത, മുജ്ജന്മത്ത് പുണ്യം ചെയ്തവർക്ക് മാത്രമേ രാധാറാണിയുടെ കഥ കേൾക്കാൻ അവസരം കിട്ടൂ. അങ്ങനെ അവസരം ലഭിച്ചവരെ നിങ്ങൾക്ക് സ്വാഗതം. രാധയുടെ പ്രണയം 96-ാം എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇതിനു മുൻപുള്ള എപ്പിസോഡുകൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ പ്ലേലിസ്റ്റിലുണ്ട്, കണ്ടാൽ മതി. ഇപ്പം നിങ്ങൾ ഈ എപ്പിസോഡ് തൊട്ട് അങ്ങോട്ട് കണ്ടു തുടങ്ങുക. പുതിയ സബ്സ്ക്രൈബേഴ്സിന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ആരോഗ്യത്തിന് ഉത്തമമാണ്. ചൊവ്വാഴ്ച രാധയുടെ പ്രണയമാണ്. ബുധനാഴ്ച ദിവസമാണ് ശ്രീബുദ്ധൻ്റെ കഥ. വ്യാഴാഴ്ച ദിവസം അഷ്ടപതിയുടെ ക്ലാസ്സാണ്. രാധയുടെ പ്രണയം കേൾക്കുകയും അതേ കണക്ക് അഷ്ടപതി ക്ലാസ് കേൾക്കുകയും ചെയ്താൽ സർവ്വ ഐശ്വര്യങ്ങളും കിട്ടും. ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, അഷ്ടപതി വീട്ടിലിരുന്ന് നമ്മൾ പാടുകയും കൂടെ വേണം. പാടുക, വീണൊന്നും വേണ്ട, നിങ്ങളങ്ങ് ശ്ലോകം ചൊല്ലിയാൽ മതി. വെള്ളിയാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ടത് ധർമ്മപദം. കോടാനുകോടി ജന്മങ്ങളുടെ പുണ്യമുള്ളവരെ മാത്രമേ ധർമ്മപദം കേൾക്കാനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ തിരഞ്ഞെടുക്കൂ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരമായ ശ്രീബുദ്ധന്റെ ധർമ്മപദമാണ് യഥാർത്ഥത്തിൽ നമ്മളെ മോക്ഷത്തിലേക്ക് വഴിതെളിക്കുന്നത്. ഇല്ലെങ്കിൽ ഇരുട്ട വെളുക്ക നിങ്ങൾ പല പല ഗർഭപാത്രങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടും. അതേ കണക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഉണ്ട്.
ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, അതേ കണക്ക് തന്നെ ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളുണ്ട്. അതെല്ലാം വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. 9645333999 എന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ നിങ്ങൾ ഈ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു ഹിന്ദു നിശ്ചയമായും കേട്ടിരിക്കേണ്ടതാണ് അഷ്ടാവക്ര ഗീത. നിങ്ങൾ ഉറപ്പായിട്ടും അഷ്ടാവക്ര ഗീത കേൾക്കണം. പിന്നെ മീരയുടെ കഥയുണ്ട്, പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. അതേ കണക്ക് ജനറൽ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു. രണ്ടാമത്തെ വീഡിയോ, ഹേയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഈ രണ്ട് വീഡിയോ എല്ലാ അച്ഛനും എല്ലാ അമ്മമാരും എല്ലാ മക്കളും നിശ്ചയമായും നിങ്ങൾ കേട്ടിരിക്കണേ. പ്രത്യേകിച്ചും ഹേയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. വലിയ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ അത് സഹായിക്കും. അതൊരു വലിയ പാഠമായിരിക്കും. അത് ഓർമ്മ വെക്കുക. ആ വീഡിയോ കേട്ടതിന് ശേഷം പല അമ്മമാരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ പ്രണയിച്ചു പോയ എൻ്റെ മകളെ ഞാൻ തിരിച്ചു വിളിച്ചു തുടങ്ങി, അവളുമായി സംസാരിച്ചു തുടങ്ങി, ഇതുവരെ ഞാൻ അവളെ അകറ്റി നിർത്തുകയായിരുന്നു സാറേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതേ കണക്ക് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തുടങ്ങാം. അപ്പോൾ ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് എനിക്ക് ആരോഗ്യ സൗഖ്യങ്ങൾ നൽകുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. രാധയുടെ പ്രണയം 96 എപ്പിസോഡ് വരെ എത്തിക്കാൻ എനിക്ക് ആയുസ്സും എനിക്ക് ആരോഗ്യവും തന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അതുപോലെ കടുത്ത കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായും കാണണം. നിങ്ങൾക്കത് ആവശ്യമുള്ളവർ ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് തരുന്നതാണ്. അതേ കണക്ക് സാക്ഷാൽ രാധാറാണി അമ്മ കനിഞ്ഞ് അനുഗ്രഹിച്ച് ഈ രാധാറാണിയുടെ ഭക്തനെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിച്ച വിവരം നിങ്ങളെ എല്ലാവരെയും ഞാൻ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ പോയിരുന്നു. അങ്ങനെ കണ്ണൂർ പോവുകയും ജിനി സന്തോഷും ശരണും എന്നെ വന്ന് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടുന്ന് ഞങ്ങൾ നേരെ തൃച്ചംബരം ക്ഷേത്രത്തിലെത്തുകയും ചെയ്തു. തൃച്ചംബരം ക്ഷേത്രത്തിൽ നമുക്ക് അഷ്ടപതി പാടിത്തരുന്ന റിജിന ഉണ്ടായിരുന്നു, രതീഷ് ഉണ്ടായിരുന്നു, റിജിനയുടെ ഹസ്ബൻഡ്, അവരുടെ മക്കളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ രോമങ്ങൾ എഴുന്നു നിൽക്കുന്ന അനുഭവമായിരുന്നു. ആ തൃച്ചംബരം സന്നിധിയിൽ വെച്ച് ഞാൻ പോലും അറിയുന്നില്ല, ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷ പോലും ഇല്ല. എന്നെ അവര് പൊന്നാട അണിയിച്ച ക്ഷേത്ര സന്നിധിയിൽ വെച്ച് സ്വീകരിച്ചു. അതിനു മുമ്പ് ക്ഷേത്രത്തിന് ഭാരവാഹികളുടെയൊക്കെ പിന്നെ അനുമതി നമ്മുടെ റിജിനയുടെ ഹസ്ബൻഡ് വാങ്ങിച്ചിരുന്നു. അങ്ങനെ വാങ്ങിച്ചിട്ട് അവിടെ വെച്ച് ആ നല്ല മനുഷ്യൻ എന്തു ചെയ്തു? പൊന്നാട അണിയിക്കുന്നതിനായിട്ട് ജിനി സന്തോഷിനെയും എൻ്റെ ശിഷ്യകളാണ് രണ്ടുപേരും റിജിനിയെയും വിളിക്കുകയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ, അതും തൃച്ചംബരം വാഴുന്ന ശ്രീകൃഷ്ണന്റെ സന്നിധി, ആ തൃച്ചംബരം വാഴുന്ന ശ്രീകൃഷ്ണന്റെ സന്നിധിയിൽ ജിനി സന്തോഷും അതോടൊപ്പം റിജിനയും റിജിനയുടെ ഹസ്ബൻഡ് രതീഷും ആദിത്യയും അവിടെ അടുത്തുള്ള ആദിത്യയും ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ആ പൊന്നാട അണിയിക്കാൻ, സത്യത്തിൽ അത് പൊന്നാടയല്ല, ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാറാണി അമ്മയും എനിക്ക് നൽകിയ അനുഗ്രഹമാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ അമ്മേ, രാധാറാണി അമ്മേ, കോടി കോടി നമസ്കാരം, കോടി കോടി നമസ്കാരം. കൃഷ്ണ ഗുരുവായൂരപ്പ
അമ്മേ രാധാറാണി അമ്മേ, നിങ്ങൾക്ക് കോടിക്കണക്കിന് ഭക്തരുണ്ട്, അവരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. ആ ഭക്തരിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല. അത്രയ്ക്ക് നിസാരനായ എന്നെ തൃച്ചംബരം വാഴുന്ന ശ്രീകൃഷ്ണ അവിടെ വിളിച്ചു വരുത്തി ഭഗവാനെ അനുഗ്രഹിച്ചല്ലോ, ഒരുപാട് സന്തോഷം. എന്ന് മാത്രവുമല്ല, അവിടുന്ന് ജിനി സന്തോഷും റിജിനയുടെ ഹസ്ബൻഡ് രതീഷും കൂടെ ചേർന്ന് ഞങ്ങളെ വൈദ്യനാഥ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി, എന്നിട്ട് രാജരാജേശ്വര ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. ഈ 3 ക്ഷേത്രത്തിലും ഒന്നിച്ച് ദർശനം നടത്തണമെന്നാണ് പറഞ്ഞത്. ഭഗവാൻ ശ്രീകൃഷ്ണനോടും രാധാറാണി അമ്മയോടും നന്ദി പറയുന്നു. എന്ന് മാത്രവുമല്ല, എന്താ പറയേണ്ടത്, നമ്മുടെ കണ്ണൂർ യൂണിറ്റിന്റെ എല്ലാമായ ജിനി സന്തോഷിന്റെ ചേച്ചിയുടെ മകനായിട്ടുള്ള ശരണെ, അതേ കണക്ക് നമ്മുടെ അഷ്ടപതി പാടുന്ന റിജിനയുടെ ഹസ്ബൻഡ് രതീഷ്, അതേ കണക്ക് രതീഷ് ഒരു ഗായകനാണ്, ഒരു നല്ല ഗായകനാണ് അദ്ദേഹം. അതേ കണക്ക് തന്നെ കണ്ണൂർ തന്നെയുള്ള ആദിത്യ, പിന്നെ മറ്റു പലരും പേരറിയാം. അവിടെ വെച്ച് തന്നെ ഒരുപാട് പേര് വന്നു. ഒരു ഡെപ്യൂട്ടി തഹസീൽദാരാണെന്ന് തോന്നുന്നു വന്നു. സാറേ രാധേ ചാനലിലെ ഇവർക്കെല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ഇതാ ആ പൊന്നാട അണിയിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഭഗവാനെ തൃച്ചംബരം വാഴും ഭഗവാനെ ശ്രീകൃഷ്ണ, കോടി കോടി നമസ്കാരം. തൃച്ചംബരം വാഴും ശ്രീകൃഷ്ണന്റെ എല്ലാമായ രാധാറാണി അമ്മേ, കോടി കോടി നമസ്കാരം. ആ വീഡിയോ നിങ്ങൾ കണ്ടാലും അതിനുശേഷം ഞാൻ രാധയുടെ പ്രണയത്തിലേക്ക് വരുന്നതാണ്. നമസ്കാരം. കണ്ണൂരിൻ്റെ മഹനീയമായ ഒരു സായന്തത്തിൽ നമ്മുടെ രാധേ എന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ പ്രധാനിയും അതിൻ്റെ സ്ഥാപകനുമായ ശ്രീ ദിലീപ് സാറാണ് നമ്മുടെ കൂടെ. കൊല്ലത്തിൽ നിന്നും അദ്ദേഹം വളരെ പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിച്ച് നമ്മുടെ സന്നിധി തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ കണ്ണൂരിൻ്റെ നമ്മുടെ ഏറ്റവും വലിയ ശ്രീകൃഷ്ണ ക്ഷേത്രമായ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് 1000 നന്ദി സ്നേഹവും നടപ്പാണ് സ്നേഹത്തോടെ വിജയം നിറഞ്ഞ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒത്തിരി ഭക്തർ അദ്ദേഹത്തിൻ്റെ ചാനൽ കണ്ട് നമ്മുടെ ഈ ചാനലിനെ പ്രകീർത്തിച്ചും ചാനലിൻ്റെ മഹിമ അറിഞ്ഞും ഒരുപാട് ഭക്തർ നമ്മുടെ ഈ ചാനലിൽ അണിചേരുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു സായന്ത്രത്തിൽ ഭക്തിസാന്ദ്രമായ ഒരു നന്ദി സ്നേഹവും പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. ഈ ഒരു സായന്ത്രത്തിൽ മനോഹരമായ ഈ സന്ധ്യയിൽ ഭക്തിസാന്ദ്രമായി നമ്മുടെ ഈ ദിലീപ് സാറിന് ഇവിടെ നമ്മുടെ ഒരു മനോഹരമായ ഒരു ക്ഷണം തന്നെ നമ്മളിവിടെ നടത്തുകയാണ്. അദ്ദേഹത്തെ കൊണ്ടാടിയിട്ട് ആദരിക്കുന്നതാണ് നമ്മൾ ഈ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ക്ഷേത്രാങ്കണത്തിൽ നമ്മൾ നടത്തുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും എന്നും ദിലീപ് സാറിൻ്റെ ചാനലും ഉണ്ടാവണം എന്ന് ഉദ്യോഗമായി അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിലേക്ക് ഞങ്ങൾ നടക്കുകയാണ്. ആദ്യം തന്നെ അഷ്ടപതി ആലപിച്ചുകൊണ്ട് നമ്മുടെ ദിലീപ് സാറിൻ്റെ ഒരു ചാനലിനെ ഒരു മഹനീയമാക്കിയ റിജിന, രതീഷ്, അതുപോലെ തന്നെ ജിനി സന്തോഷും ചേർന്നാണ് ഈ ഒരു മഹനീയ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ പൊന്നാടി അണിയിക്കുന്നത്. 2 പേരും ചേർന്ന് പൊന്നാടി അണിയിക്കുന്ന ഒരു കർമ്മത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി ഭക്തിസാന്ദ്രമായ ഒരു സ്നേഹവും നന്ദിയും അറിയിക്കുന്നു, ഹൃദയം നിറഞ്ഞറിയിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടി തൃച്ചംബരം വാഴുന്ന ശ്രീകൃഷ്ണനോട് നന്ദി പറയുന്നു. എൻ്റെ മകൻ വരുന്നുണ്ട്, എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ മകൻ വരുന്നുണ്ട്, അവനെ അനുഗ്രഹിക്കണമെന്ന് തൃച്ചംബരം വാഴും ശ്രീകൃഷ്ണനോട് പറഞ്ഞ രാധാറാണി അമ്മയ്ക്ക് കോടി കോടി നമസ്കാരം. ആ അനുഗ്രഹത്തിനായിട്ട് അവർ തെരഞ്ഞെടുത്ത സാക്ഷാൽ ശ്രീകൃഷ്ണനും സാക്ഷാൽ രാധാറാണി അമ്മയും തെരഞ്ഞെടുത്ത ജിനി സന്തോഷിനും ശരണിനും ആദിത്യയ്ക്കും റിജിനയ്ക്കും റിജിനയുടെ ഹസ്ബൻഡ് രതീഷിനും അതോടൊപ്പം അവരുടെ മക്കൾക്കും മറ്റവിടെ ഉണ്ടായിരുന്ന
എല്ലാവർക്കും അവർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞാൻ ഒന്നുകൂടി പറയുന്നു, ശരണും അതേ കണക്ക് തന്നെ ജിനി സന്തോഷും അതേ കണക്ക് തന്നെ റിജിനയും രതീഷും ആദിത്യയും ഇവരെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണന് വളരെ പ്രിയപ്പെട്ടവരാണ്, രാധാറാണിക്കും പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ടാണല്ലോ അവരെ തന്നെ തെരഞ്ഞെടുത്തത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. രാധയുടെ പ്രണയം, രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. രാധയുടെ പ്രണയം ഇതാ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ദ്വാരകയിൽ നിന്നൊരാൾ രാധാറാണിക്ക് കൂട്ടിനായി പുറപ്പെട്ടു കഴിഞ്ഞു. രാധാറാണിയുടെ അടുക്കലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അടുത്ത ദിവസം രാധാറാണി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ രാധാറാണിക്ക് എന്തോ ഒരു വല്ലാത്ത സമാധാനം പോലെ തോന്നുന്നു. ആരോ തൻ്റെ കൂടെ ഉള്ളതുപോലെ തോന്നുന്നു. രാധാറാണി പതിവ് പോലെ പൂജകളും എല്ലാം കഴിഞ്ഞ് പ്രഭാത ഭക്ഷണത്തിനായിട്ടിരുന്നു. അങ്ങനെ പ്രഭാത ഭക്ഷണത്തിനായിട്ടിരുന്നപ്പോൾ രാധാറാണിക്ക് തോന്നുകയാണ്, ആരോ എൻ്റെ അടുക്കലിരിക്കുന്നു. രാധാറാണി പെട്ടെന്ന് പറയുകയാണ്, പിതാശ്രീ, എൻ്റെ പിതാശ്രീയാണെന്ന് തോന്നുന്നു. എൻ്റെ പിതാശ്രീ എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒരു മണമുണ്ട്, ഒരു പ്രത്യേക മണമുണ്ട്. ആ മണമാണ് ഞാൻ ഇപ്പോൾ അറിയുന്നത്. എൻ്റെ പിതാശ്രീയുടെ മണം. പിതാശ്രീ എൻ്റെ അടുക്കലുണ്ടോ? ഞാൻ ഒറ്റയ്ക്കാണെന്നറിഞ്ഞിട്ട് പിതാശ്രീ എൻ്റെ അടുക്കലുണ്ടോ? വൃഷഭാനുവിന് സങ്കടം വന്നു. വൃഷഭാനു ചേർത്ത് വച്ചു, രാധാറാണിയെ ചേർത്ത് വച്ചിട്ട് പറഞ്ഞു, മകളെ, അച്ഛൻ നിന്റെ അടുക്കലുണ്ട്, അച്ഛൻ നിന്റെ തൊട്ടടുത്തുണ്ട് മകളെ, നിന്നെ ചേർത്ത് വെച്ചിരിക്കുകയാണ് അച്ഛൻ. പക്ഷേ രാധാറാണിക്ക് അതറിയാൻ കഴിയുന്നില്ല, ആ വാക്കുകൾ കേൾക്കാൻ കഴിയുന്നില്ല. വൃഷഭാനു അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, കൃഷ്ണ, എൻ്റെ മകളുടെ ദുഃഖം നീ കാണുന്നില്ലേ? നിനക്കായി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച എൻ്റെ മകൾ, അവളെ എങ്ങനെയാണ് ഇനി നീ രക്ഷപ്പെടുത്തുന്നത്? അവൾക്കാരാണുള്ളത് കൃഷ്ണ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പരിമിതിയുണ്ട് എൻ്റെ മകളുടെ കൂടെ നിൽക്കുന്നതിന്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഈ വിളി, ഈ സങ്കടം കേട്ടിട്ടെന്ന പോലെ, മുൻകൂട്ടി അറിഞ്ഞിട്ടെന്ന പോലെ കൃഷ്ണന്റെ ദൂത് ദ്വാരകയിൽ പോവുകയും ഇതാ ദ്വാരകയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വരികയാണ്. രാധാറാണിക്ക് കൂട്ടായിട്ട് വരികയാണ്. അപ്പോൾ രാധാറാണി ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റപ്പോൾ വിശാഖ വന്നു. അപ്പൊ രാധാറാണി വിശാഖയോട് ചോദിച്ചു, വിശാഖേ, നിനക്ക് ഇവിടെ ഒരു പ്രത്യേക മണം അനുഭവപ്പെടുന്നുണ്ടോ? വിശാഖ പറഞ്ഞു, എനിക്കൊന്നും അനുഭവപ്പെടുന്നില്ലേ? നീ നല്ലതുപോലെ ഒന്ന് കാണിച്ചു നോക്കൂ. ഇവിടെ എൻ്റെ പിതാശ്രീയുടെ മണം. അപ്പൊ വിശാഖ രാധാജിയോട് പറഞ്ഞു, നോക്കൂ രാധേ, നീ ഒറ്റയ്ക്കാണെന്ന തോന്നലിൽ നിന്നാണ് നിനക്കിതുണ്ടാകുന്നത്. രാധേ, നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ മുഴുവനും ഇവിടെയുണ്ട്. രാധാറാണി പറഞ്ഞു, അങ്ങനെയല്ല വിശാഖേ, എൻ്റെ സമീപം എൻ്റെ പിതാശ്രീ ഉണ്ട്. എൻ്റെ പിതാശ്രീയുടെ സാമീപ്യം എനിക്ക് നന്നായിട്ടറിയാം. വൃഷഭാനു അവർക്കിടയിൽ നിൽക്കുകയാണ്. എന്തു പറയണമെന്നറിയാൻ വയ്യാത്ത ഒരു പിതാവിൻ്റെ നിസ്സഹായത. എങ്കിലും വൃഷഭാനുവിന് സന്തോഷമായി. എൻ്റെ മകൾ എൻ്റെ മണം പോലും ഓർത്തു വയ്ക്കുന്നു. രാധേ എന്ന ചാനൽ കാണുന്ന ഓരോ സ്ത്രീജനങ്ങളും ആലോചിച്ചു നോക്ക്. നിങ്ങളുടെ അച്ഛൻ ഒരു മണമുണ്ടായിരിക്കും, നിങ്ങളുടെ അച്ഛൻ അടുത്ത് വരുമ്പോൾ ഒരു മണമുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനൊരു മണം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ അച്ഛനൊരു മണമുണ്ടായിരിക്കും, നിങ്ങളുടെ അമ്മയ്ക്കൊരു മണമുണ്ടായിരിക്കും. അതൊരു പക്ഷേ വിയർപ്പിൽ കുതിർന്നതാകാം, അല്ലാത്തതാകാം. എനിക്കറിയാം, എൻ്റെ അമ്മയ്ക്കൊരു മണമുണ്ട്. അതേ, നിങ്ങളും അത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് ആ മണം എന്തെന്ന് നിങ്ങൾക്ക്
മനസ്സിലാകും. ഈ സമയത്ത് ഒരു രഥം വന്നവിടെ നിന്നു. ആ രഥത്തിൽ നിന്നൊരാൾ ഇറങ്ങി രാധാറാണിക്ക് കൂട്ടായിട്ട്. രാധാറാണി വിശാഖയും രഥം വന്ന് നിൽക്കുന്നത് കണ്ട് മുറ്റത്തേക്ക് നോക്കി. രാധാറാണി അത്ഭുതപ്പെട്ടു പോയി. അയ്യോ, ഇതാരാണ് ഈ വന്നിരിക്കുന്നത്? ഇതാരാണ് വന്നിരിക്കുന്നത്? ആ വന്നാള് ഓടി വന്ന് രാധാറാണിയെ കെട്ടിപ്പിടിച്ചു. രാധാറാണിയും അതുപോലെ കെട്ടിപ്പിടിച്ചു. വൃഷഭാനുവിന് സമാധാനമായി, വൃഷഭാനുവിന് സന്തോഷമായി. വൃഷഭാനു മനസ്സിൽ പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ, നീ എൻ്റെ മനസ്സ് മുൻകൂട്ടി വായിച്ചിരിക്കുന്നു കൃഷ്ണ. ആ സമയം അവര് പരസ്പരം കുറേ നേരം ആലിംഗനബദ്ധരായി. രാധാറാണി ആ വന്നാളിന്റെ തലമുടി തലോടി. എന്നിട്ട് ആ മുഖം കോരിയെടുത്ത് നെറ്റിയിൽ ചുംബിച്ചിട്ട് ചോദിച്ചു, ഏകാനാംശ ഏകാനാംശ, നീ എന്തേ വന്നത്? നീ എന്തേ വന്നത്? അപ്പോൾ ഏകാനാംശ പറഞ്ഞു, എന്നെ കൃഷ്ണൻ വരുത്തിച്ചതാണ്. അപ്പൊ രാധാറാണി പറഞ്ഞു, എന്ത് കൃഷ്ണൻ വരുത്തിച്ചതോ? അതേ രാധേ, അതേ രാധേ, എനിക്ക് ദ്വാരകയിൽ വെച്ച് കൃഷ്ണന്റെ സന്ദേശം കിട്ടി. രാധ അവിടെ ഒറ്റയ്ക്കാണ്. രാധയുടെ മാതാവ് തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ്. രാധയുടെ മാതാവ് തിരിച്ചു വരുന്നത് വരെ ഏകാനാംശ, നീ രാധയ്ക്ക് കൂട്ടായി അവിടെ ഉണ്ടാകണം. രാധാറാണിയുടെ കണ്ണ് നിറഞ്ഞു. വൃഷഭാനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. രാധാറാണി അങ്ങനെ നിന്നു കഴിഞ്ഞപ്പോൾ ഏകാനാംശ പറഞ്ഞു, സത്യത്തിൽ രാധേ, എനിക്ക് ഈ കൃഷ്ണനെ മനസ്സിലാകുന്നില്ല, എനിക്ക് ഈ കൃഷ്ണനെ മനസ്സിലാകുന്നില്ല. അപ്പോൾ രാധാറാണി ഒരു ദുഃഖം കലർന്ന പുഞ്ചിരി മാത്രം സമ്മാനിച്ചു. പറഞ്ഞു, നോക്കൂ രാധേ, ഒരു വശത്ത് നിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തുന്നു, അവന്റെ മനസ്സ് നിറയെ നീയാണ്. രാധേ, ദ്വാരകയിൽ നിനക്കായിട്ടൊരു രമ്യഹർമ്മ്യം തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്നു. അതിന് രാധാ മന്ദിരം എന്ന പേര് കൊടുത്തിരിക്കുന്നു. അത് അടച്ചിട്ടിരിക്കുകയാണ്. അത് ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ തുറക്കുന്നെങ്കിൽ എൻ്റെ രാധയ്ക്ക് വേണ്ടിയായിരിക്കും, എൻ്റെ രാധയ്ക്ക് വേണ്ടിയായിരിക്കും. മറ്റാർക്കു വേണ്ടിയും ഈ വാതിലുകൾ തുറക്കില്ല എന്ന് പറഞ്ഞ് നിന്റെ വരവിനായി ഒരു രമ്യകർമ്മം തീർത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവൻ മറ്റു സ്ത്രീകളെ വിവാഹവും കഴിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല രാധേ, എനിക്ക് മനസ്സിലാകുന്നില്ല രാധേ. അപ്പോൾ ഒരിക്കൽ കൂടി രാധാറാണി ഏകാനാംശയെ ചേർത്ത് വെച്ചു. അപ്പോൾ വൃഷഭാനു നടന്ന് രാധാറാണിയുടെ അടുക്കലെത്തി. രാധാറാണിയുടെ ശിരസിൽ തലോടി, മകളെ, ഇനി അച്ഛൻ പോവുകയാണ്, ഇനി അച്ഛൻ പോവുകയാണ്. പിതാശ്രീക്ക് പോകാൻ സമയമായി. അദ്ദേഹം രാധാറാണിയുടെ മുഖം തൻ്റെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് രാധാറാണിയുടെ നെറ്റിയിൽ പലതവണ ചുണ്ടുകളമർത്തി. ആ രാധാറാണിയുടെ അടുക്കൽ നിന്ന് പോവുകയാണ്. വൃഷഭാനു പോവുകയാണ്. അകന്ന് പോവുകയാണ്. ഒടുവിൽ ആ ശൂന്യതയിലേക്ക് ലയിക്കുന്നതിന് മുമ്പ് ആ പിതാവ് ഒന്നും കൂടെ തിരിഞ്ഞു നോക്കി. അതേ, തൻ്റെ പൊന്നുമകൾ ആ ശൂന്യതയിലേക്ക് ആ പിതാവ് അലിഞ്ഞു ചേരുകയായിരുന്നു. ആലോചിച്ചു നോക്കൂ, നിങ്ങൾക്കൊരു വിഷമം വന്നാൽ, നിങ്ങളുടെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ആ ആത്മാവുണ്ടെങ്കിൽ അവിടെ വരും, നിങ്ങളുടെ അടുക്കലേക്ക് വരും. എന്തായിരിക്കും ആ മനസ്സിലപ്പോൾ? ഓരോ സ്ത്രീജനങ്ങളും ചിന്തിക്കൂ, നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ അടുത്ത് വരും. ഒടുവിൽ നിങ്ങളെ വിട്ടു പോകുമ്പോൾ, പോകാൻ ഒട്ടും മനസ്സില്ലാതെ, ദുഃഖിക്കുന്ന മകളെ വിട്ടിട്ട് പോകാൻ മനസ്സില്ലാതെ ഒടുവിൽ ആ ശൂന്യതയിൽ ലയിച്ചു ചേരുമ്പോഴുള്ള അവസ്ഥ അത് തന്നെയാണ് ഇവിടുത്തെ വൃഷഭാനുവിൻ്റെ അവസ്ഥ. എന്തായാലും ഏകാനാംശ വന്നതോടുകൂടി
രാധാറാണി ഉത്സാഹഭരിതയായി വിശാഖയോട് പറഞ്ഞു, നമ്മുടെ എല്ലാ തോഴിമാരെയും വിളിക്കൂ, എല്ലാ തോഴിമാരെയും വിളിക്കൂ, നമുക്ക് ഏകാനാംശ വൃന്ദാവനത്തിലെ ഒരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏകാനാംശ പറഞ്ഞു, രാധേ, ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും, പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്. അപ്പൊ രാധാറാണി ചോദിച്ചു, എന്താണ്? അപ്പോൾ ഏകാനാംശ പറഞ്ഞു, എനിക്ക് നൃത്തം പഠിക്കണം. രാധാറാണി പറഞ്ഞു, നൃത്തം പഠിക്കാനോ? പഠിപ്പിക്കാമല്ലോ. എന്തിനാണ് നീ നൃത്തം ചവിട്ടുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ നൃത്തം പഠിക്കുന്നത്, അല്ലയോ രാധേ, എനിക്ക് നിങ്ങളോടൊത്ത് രാസലീലകളാടണം, രാധേ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നൃത്തം പഠിക്കുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾ തോഴിമാരതെനിക്കായി പുനർസൃഷ്ടിക്കണം. അതിനു മുമ്പ് ഒരു കാര്യവും കൂടെ ഞാൻ പറയട്ടെ. രാധാറാണി പറഞ്ഞു, എന്താണ്? ആ കൃഷ്ണന്റെ ഓടക്കുഴൽ ഒരിക്കൽ കൂടി വായിക്കുമോ? കൃഷ്ണന് പ്രിയപ്പെട്ട രാഗം വായിക്കുമോ? രാധാറാണി പറഞ്ഞു, മുമ്പൊരിക്കൽ നീ വന്നപ്പോഴും ഞാൻ ചെയ്തതാണ് രാധേ, എനിക്കത് കേൾക്കണം. രാധാറാണിയെ പോലെ ഇത്രയും കൂടുതൽ ഉറച്ച തീരുമാനമുള്ള ഒരാള്, ആ ആളിനെ പോലും ആകർഷിച്ച് അർദ്ധരാത്രിക്ക് കുഴൽ വിളി കേട്ടാലും മയങ്ങി പോകത്തക്കവണ്ണമുള്ള ആ മാസ്മരികനാഥം എനിക്ക് കേൾക്കണം. രാധാറാണി ആ ഓടക്കുഴൽ എടുത്തു കൊണ്ടുവന്നു. ആ ഓടക്കുഴലിൽ ചുംബിച്ചു. ഒരു നിമിഷം രാധാറാണിയുടെ മുമ്പിൽ നീല കാർമേഘ വർണ്ണനങ്ങനെ നിൽക്കുകയാണ്. അതെ, അവന്റെ മനസ്സിൽ ഞാനുണ്ട്. അവൻ എനിക്കായി ഏകാനാംശയെ പറഞ്ഞു വിട്ടിരിക്കുന്നു. കണ്ണാ, ഈ വായന നിനക്ക് വേണ്ടിയാണ് കണ്ണാ, നിനക്ക് വേണ്ടിയാണ്, ഇത് ഏകാനാംശയ്ക്കല്ല. അങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് രാധാറാണി തൻ്റെ ഓടക്കുഴലിലൂടെ ആ നാദം ഇങ്ങനെ ഒഴുകുകയാണ്. അഭൗമമായ നാദം ഒഴുകുകയാണ്. ആ സമയത്ത് ഗംഗ യമുനയിൽ ആര്? ശ്വേതകേതുവും ആ കൃഷ്ണനും കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം വെള്ളത്തിലേക്ക് മുങ്ങാങ്കുഴിയിട്ട കൃഷ്ണൻ പെട്ടെന്ന് പൊങ്ങി വന്നിട്ട് കരയിലേക്ക് നടന്നു. ശ്വേതകേതു ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? കൃഷ്ണൻ കൈ ഉയർത്തി കാണിച്ചു മിണ്ടാതിരിക്കാൻ. കൃഷ്ണൻ അവിടുത്തെ മരത്തിന്റെ ചുവട്ടിൽ വന്നു. കൃഷ്ണൻ കേൾക്കുകയാണ് ആ നാദം കൃഷ്ണൻ കേൾക്കുകയാണ്. ഒരു നിമിഷം കൃഷ്ണൻ അമ്പാടിയിലെ ഗോപാലകനായി മാറി. അർദ്ധരാത്രി സമയത്ത് താൻ ഉടക്കുഴൽ വായിക്കുന്നതും തന്നെ തേടി രാധ വരുന്നതും അവളെ ആലിംഗനം ചെയ്യുന്നതും അവളെ കോരിയെടുത്ത് നികുഞ്ചത്തിലേക്ക് കൊണ്ടുപോകുന്നതും ആലോചിച്ചപ്പോൾ കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ കൃഷ്ണന്റെ കണ്ണുകൾ നിറയ്ക്കാൻ ഒരാൾക്കേ കഴിയൂ. രാധ ആ മാസ്മരികമായ നാദത്തിൽ എത്ര നേരം ലയിച്ചു ചേർന്നു എന്നറിയില്ല. ഇതേ രാധാറാണിക്കിതാ മറ്റൊരു സുദിനം ആരംഭിക്കുകയാണ്. ഇനി ഏകാനാംശയുമൊത്തുള്ള ജീവിതം, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇനി നിങ്ങളെ ഞാൻ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. സാക്ഷാൽ ദ്രോണാചാര്യരുടെ അടുക്കലേക്ക്. ദ്രോണാചാര്യരുടെ മുന്നിൽ ദുര്യോധനൻ നിപ്പുണ്ട്. ദ്രോണരുടെ മുന്നിൽ കർണൻ നിപ്പുണ്ട്. അപ്പോൾ ദ്രോണാചാര്യർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചേകിതനെ ആക്രമിച്ചത്? ചേകിതനെ നിങ്ങൾ ആക്രമിച്ചതിന്റെ കാരണം എന്താണ്? അപ്പോൾ ദുര്യോധനനും കർണനും പറഞ്ഞു, അവൻ അഹങ്കാരിയാണ്. അപ്പോൾ ദ്രോണൻ പറഞ്ഞു, അല്ല, നിങ്ങൾ കാണിച്ചത് വിഡ്ഢിത്തമാണ്. അവന്റെ മകനെ എൻ്റെ അടുക്കൽ എത്തിക്കാനാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ ദുര്യോധന, നോക്കൂ കർണ, നിങ്ങൾ കാണിച്ചത് അബദ്ധമാണ്. കാരണം അവിടെ ഇനി കൃഷ്ണന്റെ സൈന്യം നിലയുറപ്പിച്ചാൽ നമുക്ക് നമ്മുടെ ശത്രുക്കളുടെ അടുക്കലേക്ക് പോകാൻ പറ്റില്ല.
അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, കൃഷ്ണൻ നമ്മുടെ മിത്രമല്ലേ? ദ്രോണരൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ദുര്യോധന, നിനക്കൊന്നും അറിയില്ല, നിനക്കൊന്നും അറിയില്ല. കൃഷ്ണൻ ആരാണെന്ന് നിനക്കറിയില്ല. എനിക്ക് പോലും ഇതുവരെ കൃഷ്ണനെ നന്നായി പിടികിട്ടിയിട്ടില്ല. പക്ഷെ ഒന്ന് നീ ആലോചിച്ചുകൊള്ളൂ, ഈ യാദവ സൈന്യം അവിടെ നിലയുറപ്പിച്ചാൽ നമുക്ക് ദ്രുപദന്റെ രാജ്യത്തിലേക്കോ നമ്മുടെ മറ്റു ശത്രു രാജ്യങ്ങളിലേക്കോ പോകാൻ ഒടുവിൽ അവരുടെ അനുവാദം നമുക്ക് വേണ്ടിവരും. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ദുര്യോധനൻ പറഞ്ഞു, കൃഷ്ണന്റെ ശക്തി ഏതോ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, രാധയുടെ കയ്യിലല്ലേ? ആ രാധയ്ക്ക് എന്തെങ്കിലും വന്നാൽ അവിടെ വെച്ച് കൃഷ്ണന്റെ ശക്തി തീരുമല്ലോ. അപ്പോൾ കർണൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൃന്ദാവനത്തിലേക്ക് പോകാം, പട നയിക്കാം. അപ്പൊ ദ്രോണർ പറഞ്ഞു, കർണ, വിഡ്ഢിത്തം പറയാതിരിക്കൂ കർണ. നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ശക്തി മാത്രമേ ഉള്ളൂ കർണ, ബുദ്ധിയില്ല. നോക്കൂ, ശക്തിയും ബുദ്ധിയും ഒന്നിച്ചു ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഉത്തമനായ യോദ്ധാവ് ജനിക്കുന്നതെന്ന് നീ തിരിച്ചറിയണം. അത് അർജുനൻ മാത്രമായിരുന്നു. അർജുനന് ശക്തിയുമുണ്ട്, അർജുനന് ബുദ്ധിയുമുണ്ട്. പക്ഷേ അരക്കില്ലത്തിൽ കിടന്നവൻ മരിച്ചുപോയി. നോക്കൂ കർണ, നിനക്കെടുത്തുചാട്ടമാണ്. ഭാവിയിൽ ഒരു യുദ്ധമുണ്ടായാൽ നീ തോക്കുമെന്ന് കണ്ടാൽ നിന്റെ കയ്യിലിരിക്കുന്ന സകല ദിവ്യാസ്ത്രങ്ങളും നീ പ്രയോഗിക്കും. പക്ഷെ അർജുനൻ ചെയ്യില്ല. അവൻ അവസാന നിമിഷം വരെയും ദിവ്യാസ്ത്രം ഭൂമിക്ക് കുഴപ്പം ചെയ്യുമെന്ന് പറഞ്ഞ് മാറ്റിവെക്കും. അതായിരുന്നു നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അർജുനന്റെ മുഖം മാടി. ദുര്യോധനൻ അസ്വസ്ഥനായി. ദുര്യോധനന് കർണനെ എന്തെങ്കിലും പറയുന്നത് ഇഷ്ടമല്ല. വല്ലാത്തൊരു അസ്വസ്ഥത അവിടെ നിലനിന്നു. എന്നിട്ട് കർണനോട് പറഞ്ഞു, കൃഷ്ണന്റെ ചക്രായുധത്തെ വെല്ലാൻ ഒരായുധം ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. വൃന്ദാവനത്തിലേക്ക് കാലുകുത്തുന്നതിന് മുമ്പ് കർണ, നിന്റെ ശിരസ് ഛേദിച്ച് അത് ഇവിടെ ഈ ദുര്യോധനന്റെ മുമ്പിൽ വന്ന് വീണിരിക്കും. കടന്നുവെക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കർണനും ദുര്യോധനനും അവിടുന്ന് പോയി. അപ്പോൾ ദ്രോണാചാര്യർ അസ്വസ്ഥനായി. കൃഷ്ണൻ വളരുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ഈ സമയത്ത് തൻ്റെ ആയുധ പാഠശാലയിലെ ശങ്കനെ വിളിച്ചിട്ട് പറഞ്ഞു, ശങ്ക, നമ്മുടെ ആയുധശാലയിൽ പഠിക്കാൻ 2 കുട്ടികൾ വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞു, അതെ, അവര് വന്നിട്ടുണ്ട്. അവരിത് പഠിക്കാൻ യോഗ്യരാണോ? അപ്പോൾ പറഞ്ഞു, അതെ, അവരിത് പഠിക്കാൻ അമിതമായ താല്പര്യത്തിൽ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പിന്നെ മറ്റൊരു കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച, ആരാണ്? അതൊരു ആൺകുട്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷേ പെൺകുട്ടിയാണത്. അതൊരു പെൺകുട്ടിയാണ്, സ്ത്രൈണഭാവമുള്ള ഒരു പെൺകുട്ടി. അപ്പൊ ദ്രോണാചാര്യര് പറഞ്ഞു, ഞാൻ പെൺകുട്ടികളെ പഠിപ്പിക്കില്ല എന്ന് നിനക്കറിയില്ലേ? നീ അവരെ അപ്പോഴേ പറഞ്ഞു വിടാഞ്ഞെന്ത്? അപ്പോൾ പറഞ്ഞു, ആ പെൺകുട്ടി വാശി പിടിച്ചു നിൽക്കുകയാണ്. അങ്ങയെ കാണണം, അങ്ങയെ കാണുന്നത് വരെ ഭക്ഷണം കഴിക്കില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. ദ്രോണരുടെ നെറ്റി ചുളിഞ്ഞു. എന്നെ കാണുന്നത് വരെ ഭക്ഷണം കഴിക്കത്തില്ല എന്നോ? അതാരാണ്? അതെന്താണ് കാരണം? അതെ, 2 ദിവസമായി ഞാൻ പറഞ്ഞു വിടാൻ പരമാവധി ശ്രമിച്ചു, എന്നിട്ടും അവിടെ നിൽക്കുകയാണ്. ദ്രോണാചാര്യരെ കാണാതെ പോകില്ല. ഇല്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ഇവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് പറയുകയാണ്. ദ്രോണാചാര്യര് ശങ്കനോട് പറഞ്ഞു, ആ കുട്ടി വരാൻ പറയൂ. അപ്പോൾ ആ കുട്ടി വന്നു. ഉദ്ദേശം 16 വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു കുട്ടി. ദ്രോണാചാര്യര് സൂക്ഷിച്ചു നോക്കി. അതെ, അവളുടെ മുഖത്ത് നല്ല സ്ത്രൈണഭാവമുണ്ട്. പക്ഷേ അവളുടെ കൈകളും കാലുകളും ചുമലുകളുമൊക്കെ ഒരു പുരുഷനെ പോലെ നല്ല വിരിഞ്ഞ ചുമലുകളാണ് അവളുടേത്. പക്ഷേ അവൾക്ക് നല്ല സ്ത്രൈണഭാവവുമുണ്ട്. അപ്പോൾ പറഞ്ഞു, നീ വരൂ, നീ എന്തിനാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നത് അസ്ത്രവിദ്യ പഠിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് അസ്ത്രവിദ്യ പഠിക്കണം. അപ്പൊ ദ്രോണാചാര്യര് പറഞ്ഞു, നിനക്ക് അസ്ത്രവിദ്യ മാത്രം മതിയോ? പോരാ, ഗദായുദ്ധവും പഠിക്കണം. അങ്ങയുടെ അടുക്കൽ നിന്ന് അത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്.
അപ്പോൾ ചോദിച്ചു, നീ ആരാണ്, നീ ഏതാണ് നിന്റെ ഗോത്രം? അപ്പോൾ ആ വന്നിരിക്കുന്ന പെൺകുട്ടി പറഞ്ഞു, എൻ്റെത് കൗശിക ഗോത്രമാണ്. നീ വേദങ്ങൾ പഠിച്ചിട്ടുണ്ടോ? വേദങ്ങൾ പഠിച്ചിട്ടുണ്ട്. നീ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ? അപ്പോൾ പറഞ്ഞു, ഞാൻ ക്ഷത്രിയനാണ്. അപ്പൊ ദ്രോണര് ചോദിച്ചു, അല്ല, നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ഒരു പെൺകുട്ടിയാണ്, ഞാൻ പെൺകുട്ടികളെ പഠിപ്പിക്കില്ല എന്ന് നിനക്കറിയില്ലേ? അപ്പോൾ പറഞ്ഞു, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്, എൻ്റെ അവസാനത്തെ ആശ്രയമാണ് അങ്ങ് എന്നെ വിദ്യ അഭ്യസിപ്പിക്കണം. അപ്പൊ ദ്രോണര് ചോദിച്ചു, ആകട്ടെ, എന്താ നിന്റെ പേര്, നിന്റെ പേരെന്താണ്? അപ്പോൾ പറഞ്ഞു, നീ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ പറഞ്ഞു, നോക്കൂ, എൻ്റെ പേര് ശിഖണ്ഡി എന്നാണ്. എൻ്റെ പിതാവ് അങ്ങയുടെ ശത്രുവായ. അപ്പോൾ ദ്രോണാചാര്യരെ കൈ ഉയർത്തി ചാടി എഴുന്നേറ്റു. തൻ്റെ ശത്രുവായ ദ്രുപദന്റെ മകൻ, തൻ്റെ ശത്രുവായ ദ്രുപദന്റെ മകൻ, കൃഷ്ണൻ വിവാഹം കഴിക്കാൻ പോകുന്ന ദ്രൗപദിയുടെ സഹോദരനാണ് ഈ മുന്നിൽ നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. അപ്പോൾ ചോദിച്ചു, നീ എന്തിനാണ് എന്നെ തന്നെ കാണാൻ വന്നിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഞാൻ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നത്, അതെ, ഞാൻ അങ്ങയിൽ നിന്ന് ഈ വിദ്യ അഭ്യസിക്കാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചോദിച്ചു, എന്താണ് ഇതിന്റെ കാരണം? നീ ഒരു പെൺകുട്ടിയല്ലേ? അപ്പോൾ പറഞ്ഞു, അതെ, ഞാനൊരു പെൺകുട്ടിയാണ്. പക്ഷേ എൻ്റെ മാതാവ് എന്നെ ഒരു പുരുഷനെ പോലെ വളർത്തി. എല്ലാവരും ഞാൻ പുരുഷനാണെന്ന് കരുതി, പക്ഷേ ഞാനൊരു സ്ത്രീ ആയിരുന്നു. എൻ്റെ അമ്മ മരിച്ചതിൽ പിന്നെ എൻ്റെ പിതാശ്രീയാണ് എന്നെ വളർത്തിയത്. അപ്പോൾ പറഞ്ഞു, ആകട്ടെ, ദ്രുപദന്റെ സമ്മതത്തോടു കൂടിയാണോ ശിഖണ്ഡി നീ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ അവിടെ നിന്ന് ഓടിപ്പോന്നതാണ്. അപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ട്, എന്തിനാണ് നീ ദ്രുപദൻ അറിയാതെ അവിടെ നിന്ന് ഓടിപ്പോയത് എന്ന് ചോദിച്ചപ്പോൾ ശിഖണ്ഡി പറഞ്ഞു, അങ്ങേക്കറിയാമല്ലോ, ഞാനൊരു സ്ത്രീയാണ്. ഈ സ്ത്രീയാണെന്ന വിവരം എൻ്റെ പിതാവിനറിയാമോ? അതേ കണക്ക് എൻ്റെ സഹോദരി ദ്രൗപദിക്കും ദൃഷ്ടദ്യുമ്നും സത്യജിത്തിനും അറിയാം. മറ്റാർക്കും ഈ ഭൂമിയിൽ അറിയില്ല. എനിക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോൾ എനിക്ക് ഹിരണ്യവർമ്മയുടെ മകളിൽ നിന്ന് ഒരു വിവാഹാലോചന വന്നു. ഹിരണ്യവർമ്മയുടെ മകളിൽ നിന്ന് വിവാഹാലോചന വന്നു. അന്ന് ശൈശവ വിവാഹമുള്ള സമയം. അപ്പോൾ എൻ്റെ പിതാശ്രീ ഞാൻ സ്ത്രീയാണെന്ന് വെളിപ്പെടുത്തിയില്ല, കാരണം പുരുഷനായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ പിതാശ്രീ ഞാൻ പുരുഷനാണെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഞാനും ആ പെൺകുട്ടിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ശൈശവ വിവാഹപ്രകാരം അവൾ അവളുടെ വീട്ടിലും ഞാൻ പിതാശ്രീയുടെ അടുക്കലും നിന്നു. ഇപ്പോൾ ഹിരണ്യവർമ്മയിൽ നിന്നും ഒരു സന്ദേശം വന്നിരിക്കുന്നു. ഹിരണ്യവർമ്മയിൽ നിന്നൊരു സന്ദേശം വന്നിരിക്കുന്നു. ഹിരണ്യവർമ്മ തൻ്റെ മകളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയക്കുന്നു എന്ന്. ആ വാർത്ത വന്നതോടുകൂടി എൻ്റെ പിതാശ്രീ അസ്വസ്ഥനാണ്. കാരണം എൻ്റെ പത്നി, അവളുടെ പേര് ദസാർണ എന്നാണ്. ദസാർണ എന്ന എൻ്റെ പത്നി, ആ പത്നി വരുന്ന അവസരത്തിൽ അവർ തിരിച്ചറിയും, ഞാനൊരു സ്ത്രീയാണെന്ന് അവർ തിരിച്ചറിയും. എൻ്റെ പിതാശ്രീ ആകെ അസ്വസ്ഥനാണ്. എന്നെപ്പോലെ ഒരാളെ ജന്മം നൽകിയതിൽ പോലും അദ്ദേഹം ശപിക്കുകയാണ്. കാരണം അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് ആ വിവരം മറച്ചു വെച്ചു. ഒരു പെണ്ണിനെ ആണിനെ പോലെ വളർത്തി ശൈശവ വിവാഹത്തിലും ഏർപ്പെടുത്തി. ഇങ്ങനെ പറയുന്നത് എൻ്റെ പിതാശ്രീക്ക് സഹിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഒരു സ്ത്രീയാണെന്ന് ഈ ലോകത്തിലെ മറ്റുള്ളവരറിയുന്നതും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരവസ്ഥയിലായിപ്പോയി ഞാൻ. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് വരെ എനിക്ക് തോന്നി. അവിടെ മരിക്കാൻ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോന്നതെന്ന് പറഞ്ഞു. ദ്രോണാചാര്യര് അല്പം സംശയത്തോടു കൂടിയാണ് ശിഖണ്ഡിയെ നോക്കിയത്. ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഒന്ന്, തൻ്റെ ശത്രുവിൻ്റെ മകനാണ്, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പൊ ദ്രോണാചാര്യന് ചോദിച്ചു, നീ സ്ത്രീയായ നീ എൻ്റെ അടുക്കൽ വന്നാൽ നിന്നെ ഞാൻ അസ്ത്രവിദ്യ പഠിപ്പിക്കുമെന്ന്
ഗദായുദ്ധം പഠിപ്പിക്കുമെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, എന്നോടൊരാൾ പറഞ്ഞതാണ്. അങ്ങേക്ക് മാത്രമേ പറ്റൂ. ഈ 3 ലോകങ്ങളിലും വെച്ച് ഈ സ്ത്രീകളെ അസ്ത്രവിദ്യ പഠിപ്പിക്കാൻ അങ്ങേക്ക് മാത്രമേ പറ്റൂ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ആരാണ് നിന്നോടത് പറഞ്ഞത്? അയാൾ ഒരു വിഡ്ഢിയാണ് എന്ന് ദ്രോണർ പറഞ്ഞു. അപ്പോൾ ശിഖണ്ഡി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലുമല്ല ഗുരു. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇത്രയും മഹാനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹമാണ് എന്നോട് ഇത് പറഞ്ഞത്. അപ്പൊ ദ്രോണർ ചോദിച്ചു, അതാരാണ് അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ശിഖണ്ഡി പറഞ്ഞു, കൃഷ്ണൻ, വസുദേവ കൃഷ്ണൻ. ദ്രോണാചാര്യർ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. കൃഷ്ണൻ എന്താണ് കൃഷ്ണന്റെ ഉദ്ദേശം? ഈ കൃഷ്ണൻ ഒരു വലിയ പ്രഹേളികയായി, ഒരു വലിയ കടങ്കഥയായി മാറുകയാണ്. അപ്പൊ ദ്രോണർ ചോദിച്ചു, കൃഷ്ണനോ? അതെ, കൃഷ്ണനാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ചോദിച്ചു, കൃഷ്ണൻ എവിടെ? കൃഷ്ണൻ നിങ്ങളുടെ രാജ്യത്തുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഉണ്ടു. നീ വിശദീകരിച്ച് കാര്യം പറയൂ. എന്തുകൊണ്ടാണ് കൃഷ്ണൻ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ശിഖണ്ഡി പറഞ്ഞു, നോക്കൂ, ഹിരണ്യവർമ്മയുടെ മകളായ ദസാർണ, അവളുടെ ഭർത്താവെന്ന് ഞാൻ കരുതുന്ന എൻ്റെ അടുക്കലേക്ക് വരാൻ തീരുമാനിച്ചു. അതോടുകൂടി എൻ്റെ പിതാശ്രീക്ക് പോലും എന്നോട് ദേഷ്യമായി. കാരണം ഞാനൊരു പെണ്ണാണെന്ന് അവളിവിടെ വരുമ്പോൾ തിരിച്ചറിയും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മരിച്ചാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് കൃഷ്ണന്റെ വരവ്. കൃഷ്ണനെ കണ്ടതോടുകൂടി എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ഓളമുണ്ടായി. അതെ, അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് തോന്നി. അപ്പൊ ദ്രോണാചാര്യർ വിചാരിച്ചു, ഇവനിൽ നിന്ന് കൃഷ്ണന്റെ വിവരങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, അപ്പോൾ ദ്രോണർ ചോദിച്ചു, അല്ല, ഈ കൃഷ്ണൻ എന്തിനു വേണ്ടിയാണ് അങ്ങോട്ടേക്ക് വന്നത്? അപ്പോൾ പറഞ്ഞു, അത് എൻ്റെ പിതാശ്രീ വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ പറഞ്ഞു, കൃഷ്ണൻ ദ്രൗപദിയെ വിവാഹം കഴിക്കാൻ പോകുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, അതിനെക്കുറിച്ച് പിതാശ്രീയോട് വളരെ രഹസ്യമായി പറയുന്നത് കേട്ടു എന്തോ, പക്ഷെ അതെന്താണെന്നറിയില്ല. പക്ഷെ കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ, ദ്രോണരോടുള്ള വിദ്വേഷം കൊണ്ടാണ് ഇങ്ങനൊരു വിവാഹം നടത്തുന്നത്. അങ്ങനെ ഒരു വിദ്വേഷത്തിന്റെ പുറത്ത് ഒരു വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ ദ്രോണർ ഒന്നുകൂടി അത്ഭുതപ്പെട്ടു. എന്നിട്ട് ദ്രോണർ പറഞ്ഞു, അല്ല, നീ പറഞ്ഞോളൂ. അപ്പോൾ കൃഷ്ണന് എന്തെങ്കിലും ഒരു ഉത്തരം നൽകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. ഞാൻ മരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് കൃഷ്ണന്റെ വരവ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശ്വേതകേതുവിനെ കണ്ട് കരഞ്ഞു പറഞ്ഞു, എന്നെ കൃഷ്ണന്റെ അടുക്കലേക്ക് എത്തിക്കണം ഇന്ന് രാത്രി എന്ന് പറഞ്ഞു. അങ്ങനെ നേരം രാത്രിയായപ്പോൾ ശ്വേതകേതു എന്നെ കൃഷ്ണന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു. എന്നെ കണ്ടപ്പോൾ കൃഷ്ണൻ ഇറങ്ങി വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വരൂ, നമുക്ക് നടക്കാൻ പോകാമെന്ന് പറഞ്ഞു. ആ പറച്ചിലിൽ തന്നെ വല്ലാത്തൊരു കാരുണ്യം ഉണ്ടായിരുന്നു. ഗുരു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അദ്ദേഹവും നമ്മളും മാത്രമാണ് ഈ ലോകത്തുള്ളതെന്ന് തോന്നും. അത്രയ്ക്ക് ശാന്തം, അത്രയ്ക്ക് കരുണാർദ്രം. കൃഷ്ണനെ ഇങ്ങനെ പുകഴ്ത്തുന്നത് ദ്രോണർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു തിളങ്ങുന്ന കണ്ണുകളാണ്, എന്തൊരു മാസ്മരികതയാണ്. അദ്ദേഹം എവിടെ നിന്നാലും ശരി അവിടെ അസാധാരണമായ ഒരു സന്തോഷം നിറയും. അപ്പോൾ പറഞ്ഞു, നിനക്ക് കൃഷ്ണനോടങ്ങ് അത്രയ്ക്ക് സ്നേഹമായോ? എനിക്ക് മാത്രമല്ല, അതുവരെ ദുഃഖിതനായിരുന്ന എൻ്റെ പിതാശ്രീയും എൻ്റെ സഹോദരിയും ദൃഷ്ടദ്യുമ്നൻ എന്ന സഹോദരനും സത്യജിത്തുമെല്ലാം അസാമാന്യമായ സന്തോഷത്തിലായിരുന്നു. കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ ആഹ്ലാദമുണ്ട് ഗുരു. അപ്പോൾ ചോദിച്ചു, എന്നിട്ട്
കൃഷ്ണൻ എന്നോട് പറഞ്ഞു, നിനക്ക് പറയാനുള്ളത് പറയൂ എന്ന് പറഞ്ഞു. നമ്മൾ പറയുന്നത് കൃഷ്ണൻ വളരെ ശ്രദ്ധയോടെ കേൾക്കും. കൃഷ്ണനോട് ഞാൻ പറഞ്ഞു, ദസാർണ വരുന്നു എന്നും ഞാൻ സ്ത്രീയാണെന്ന് തിരിച്ചറിയും. അതോടെ അപമാനമായി. അവൾ വരുന്നതിന് മുമ്പ് എനിക്ക് മരിക്കണം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് മരിക്കണം. ഞാൻ അതിനു മുമ്പ് അങ്ങയെ ഒന്ന് കാണാൻ വന്നതാണ്. അപ്പോൾ ആ കൃഷ്ണൻ വാത്സല്യത്തോടെ എൻ്റെ കവിളിൽ തട്ടി, ഒരു കൊച്ചു കുട്ടിയോടെന്ന പോലെ. എന്നിട്ട് കൃഷ്ണൻ എന്നോട് പറഞ്ഞു, നിനക്ക് മരിക്കണമല്ലേ? അപ്പോൾ പറഞ്ഞു, മരിക്കണം. നോക്കൂ, ഇപ്പോൾ നീ ചെയ്യുന്നത് നിന്റെ പിതാശ്രീ പോലും അറിയാതെ ഒരു ഭീരുവിനെ പോലെ ഓടിപ്പോയി മരിക്കാനാണ്. നിനക്ക് മരിക്കണമെങ്കിൽ ധീരതയോടെ മരിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം. നിനക്ക് പറ്റുമോ? അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരാൾ മരിക്കുമെന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മറുപടി. എന്നോട് ചോദിച്ചു, പറയൂ, നിനക്കൊരു ഭീരുവിനെ പോലെ മരിക്കണോ അതോ ധീരനെ പോലെ മരിക്കണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ധീരനെ പോലെ മരിക്കണം. അങ്ങനെയാണെങ്കിൽ നീ ആയുധവിദ്യ അഭ്യസിക്കണം. ആയുധവിദ്യകൾ നീ അഭ്യസിക്കണം. അപ്പോൾ പറഞ്ഞു, എന്നെ ആരും ആയുധവിദ്യ പഠിപ്പിക്കില്ല. അപ്പോൾ പറഞ്ഞു, ആര് പറഞ്ഞു നിന്നെ ആരും ആയുധവിദ്യ പഠിപ്പിക്കില്ല എന്ന്? അപ്പോൾ പറഞ്ഞു, ഒരു സ്ത്രീയെ ആയുധവിദ്യ പഠിപ്പിക്കുന്നത് ആരാണ്? അപ്പോൾ പറഞ്ഞു, സ്ത്രീയെ ആയുധവിദ്യ പഠിപ്പിക്കാൻ ഇന്ന് ഈ ഭൂമി മലയാളത്തിൽ രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് സാക്ഷാൽ ദ്രോണാചാര്യർ. അപ്പൊ ദ്രോണാചാര്യര് ഉത്കണ്ഠയോടുകൂടി നോക്കുകയാണ്. എന്ത് 2 പേരെന്നോ? നീ അല്പം മുമ്പ് ഒരാളെന്നാണല്ലോ പറഞ്ഞത്. ആരാണ് ഈ 2 പേര്? രണ്ടാമത്തെ ആൾ ആരാണ്? അപ്പോൾ ശിഖണ്ഡി ഒന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചിട്ട് ശിഖണ്ഡി പറഞ്ഞു, രണ്ടാമത്തതൊരു സ്ത്രീയാണ്. രണ്ടാമത്തതൊരു സ്ത്രീയാണ്. അത് മറ്റാരുമല്ല, രാധ. വൃന്ദാവനത്തിലെ രാധ. ദ്രോണർ പറഞ്ഞു, അതൊരു പാൽക്കാരി പെണ്ണല്ലേ? കൃഷ്ണൻ കുറച്ചുനാള് പ്രേമിച്ചു നടന്നു എന്നതിനപ്പുറം ആയുധവിദ്യ പഠിപ്പിക്കാനോ? അല്പം സംശയം ദ്രോണർക്ക് തോന്നി. ഇവൻ എന്താണ്? ഇവൻ കള്ളങ്ങൾ പറയുകയാണോ? പക്ഷെ അവന്റെ മുഖത്ത് നോക്കുമ്പോൾ വളരെ നിഷ്കളങ്ക ഭാവമാണ്. അല്ലയോ ഗുരു, കൃഷ്ണൻ എന്നോട് പറഞ്ഞു, കൃഷ്ണൻ എന്തൊക്കെ അറിയാമോ അതെല്ലാം രാധയ്ക്കും അറിയാം. കാരണം കൃഷ്ണനും രാധയും രണ്ടല്ല, കൃഷ്ണനും രാധയും ഒന്നാണ്. കൃഷ്ണൻ അറിയുന്നതെല്ലാം രാധയ്ക്കും അറിയാം. നീ ആദ്യം ഒരു കാര്യം ചെയ്യൂ, ദ്രോണരെ സമീപിക്കൂ. ദ്രോണർ നിന്നെ കൈയൊഴിഞ്ഞാൽ മാത്രം നമുക്ക് രാധയുടെ കാര്യം അന്നേരം നമുക്ക് ആലോചിക്കാം. ദ്രോണാചാര്യരാകെ സമ്മർദ്ദത്തിലായി. ദ്രോണാചാര്യർ വിചാരിച്ചു, അതേ, എനിക്ക് തുല്യമായി ഒരു പക്ഷേ എന്നേക്കാൾ ഉപരിയായി ഒരാള്, അതും ഒരു സ്ത്രീ. ദ്രോണാചാര്യർക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒരു പാൽക്കാരി പെണ്ണിന് എന്നേക്കാൾ കഴിവുണ്ടെന്നോ? ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലാളി ഞാനാണെന്നാണ് കരുതിയത്. സ്ത്രീയെ അസ്ത്രവിദ്യ പഠിപ്പിക്കാൻ കൃഷ്ണന്റെ ഈ പാൽക്കാരി പെണ്ണിന് പറ്റുമെന്നോ? ദ്രോണർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായി. എങ്കിലും പറഞ്ഞത് കൃഷ്ണനാണ്. കൃഷ്ണന് ചുറ്റും, അതേ, കൃഷ്ണന് ചുറ്റും ഒരു അവ്യക്തതയുടെ മൂടുപടമുണ്ട്. എന്താണ് കൃഷ്ണന്റെ ഉദ്ദേശം? എന്തായാലും ഒരു കാര്യം, ഞാൻ കൈയൊഴിഞ്ഞാൽ രാധ പഠിപ്പിക്കും. കൃഷ്ണൻ പറയുന്നു രാധയ്ക്ക് ആയുധവിദ്യ അറിയാമെന്ന്. അങ്ങനെയെങ്കിൽ അതിലെന്തെങ്കിലും കാരണം കാണും. ഇല്ല, ഇവനെ അങ്ങോട്ടേക്ക് വിടണ്ട, എന്നാൽ ഇവനെ ആയുധവിദ്യ പഠിപ്പിക്കുന്നതിനും ഒരു തടയിടണം. അപ്പൊ ദ്രോണാചാര്യർ പറഞ്ഞു, നോക്കൂ ശിഖണ്ഡി, നിനക്ക് പുരുഷനാകാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ പറഞ്ഞു, ആഗ്രഹമുണ്ട്, എനിക്ക് പുരുഷനാകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരിക്കലും നടക്കില്ലല്ലോ. അപ്പൊ ദ്രോണർ പറഞ്ഞു, ആര് പറഞ്ഞു നടക്കില്ല എന്ന്? നിനക്ക് പുരുഷനാകണമെങ്കിൽ പുരുഷനാകാം, ഞാൻ അതിന് സഹായിക്കാം. അപ്പോൾ ശിഖണ്ഡിക്ക് ഭയങ്കര സന്തോഷമായി. ശിഖണ്ഡി പറഞ്ഞു, ഗുരു, എനിക്ക് പുരുഷനാകണം, എനിക്ക് പുരുഷനാകണം. അപ്പോൾ പറഞ്ഞു, കഠിനമായ തപസ് നീ ചെയ്യേണ്ടി വരും.
ചെയ്യാം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു യക്ഷനുണ്ട്, ആ യക്ഷന്റെ പേര് സ്ഥൂനകർണ എന്നാണ്. യക്ഷന്റെ നാമം സ്ഥൂനകർണ എന്നാണ്. നീ അവന്റെ കൂടെ പോകണം, നീ അവന്റെ അടുക്കലേക്ക് പോകണം. പക്ഷേ മാസങ്ങളോളം കഠിനമായ കാര്യങ്ങൾ നീ നേരിടേണ്ടി വരും. അതിന് നീ തയ്യാറാണോ? അപ്പോൾ ശിഖണ്ഡി പറഞ്ഞു, ഞാൻ എന്തിനും തയ്യാറാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു പുരുഷനാവുക. ഇനി എനിക്ക് ഈ അപമാനവും പേറി വയ്യ ഗുരു, ഞാൻ എന്നും അങ്ങേക്ക് കടപ്പെട്ടിരിക്കും. അപ്പോൾ ദ്രോണർ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ സ്ഥൂനകർണ എന്ന യക്ഷനെ കാണുന്നതിന് മുമ്പ് ദേവിയെ ഉപാസിക്കണം. നീ അതിശക്തമായി ദേവിയെ ഉപാസിക്കണം. അപ്പോൾ ശിഖണ്ഡി പറഞ്ഞു, ദേവിയോ? ദേവി തന്നെ ഭൂമിയിലുള്ളപ്പോൾ ഞാൻ എന്തിനാണ് വേറെ ദേവിയെ തേടിപ്പോകുന്നത്? അപ്പൊ ദ്രോണർ പറഞ്ഞു, ദേവി ഭൂമിയിലോ? അതേ ഗുരു, ഭൂമിയിൽ ദേവിയുണ്ട്. ഈ ലോകം മുഴുവനും ആ ദേവിയുടെ ശക്തിയിലാണ് പ്രവർത്തിക്കുന്നത്. സാക്ഷാൽ ശ്രീകൃഷ്ണൻ പോലും. ദ്രോണാചാര്യരുടെ പുരികങ്ങൾ ചുളിഞ്ഞു. ആരാണ് ആ ദേവി? രാധയാണ് ആ ദേവി. അപ്പൊ ദ്രോണർ പറഞ്ഞു, നീ എന്തൊക്കെ വിഡ്ഢിത്തമാണ് വിളിച്ചു പറയുന്നത്? കുറച്ചു മുമ്പ് പറഞ്ഞു ആയുധവിദ്യ അറിയാം, ഇപ്പോൾ നീ പറയുന്നു രാധ ദേവിയാണ്. ദേവിയെ ഉപാസിക്കാൻ പറഞ്ഞപ്പോൾ നീ രാധയെ ഉപാസിക്കാമെന്ന് പറയുന്നു. എന്താണ് ഇതിന് കാരണം? ഗുരു, കാരണമുണ്ട്. രാധദേവിയാണ് ഗുരു. ഞാൻ അങ്ങയോട് പറയാത്ത ഒരു രഹസ്യമുണ്ട്. എൻ്റെ അനുഭവമാണ്. രാധദേവിയാണ് ഗുരു. ദ്രോണർ പറഞ്ഞു, പറയൂ, നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ആ രഹസ്യം നീ പറയൂ. അപ്പോൾ ശിഖണ്ഡി പറഞ്ഞു, ഞാൻ പറയാം ഗുരു. രാധാറാണി ദേവിയാണ്. അതൊരു പരമരഹസ്യമാണ്. ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. ഞാൻ പറയാം ഗുരു. ദ്രോണർ കാതോർത്തു. എന്താണ് ഇവൻ പറയാൻ പോകുന്നത്? അല്പം മുമ്പ് ആയുധവിദ്യ പഠിപ്പിക്കുമെന്ന് പറയുന്നു, ഇപ്പോൾ പറയുന്നു രാധദേവിയാണെന്ന് പറയുന്ന എന്ത് രഹസ്യമാണ് ഇവൻ അറിയാവുന്നത്? എന്താണ് അറിയാവുന്നത്? ആ രഹസ്യവുമായി ഞാൻ വരും അടുത്ത ചൊവ്വാഴ്ച. കാത്തിരിക്കൂ. ശിഖണ്ഡി പറയുന്നു രാധദേവതയാണെന്ന്. എന്തുകൊണ്ട്? രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായ സ്വാഹ.